മുതിർന്ന CPM നേതാവ് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ തീരുമാനം കേരളത്തിലെ ഇടത് സമവാക്യത്തെ എങ്ങനെയാകും സ്വാധീനിക്കുക? BJP ബന്ധ ആരോപണത്തിൽ ചുമതല ഒഴിയേണ്ടി വന്ന EPയുടെ അടുത്ത നീക്കം എന്താണ്? EPക്ക് ഇനി ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ ഭാവി എന്താണ്? BJPയിലുള്ള ക്ഷണത്തെ തള്ളുമോ കൊള്ളുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് EP ജയരാജനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ആദ്യം വാർത്ത പരിശോധിക്കാം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനത്തിൽ EPയെ ചുമതലയിൽ നിന്നും മാറ്റിയെന്നതാണ് വാർത്ത. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ EP തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് പോയിരുന്നു. EP ജാവദേക്കർ ദലാൽ നന്ദകുമാർ കൂടിക്കാഴ്ച വിവാദത്തിലാണ് നടപടി. കൂടിക്കാഴ്ച പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് വിലയിരുത്തൽ. കൺവീനർ സ്ഥാനം ഒഴിയാൻ EP താൽപര്യം പ്രകടിപ്പിച്ചുവെങ്കിലും അതിനുമപ്പുറത്തേക്ക് സംഘടനാപരമായി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് നടപടിയെടുക്കാൻ മുന്നണി യോഗം തീരുമാനിക്കുകയായിരുന്നു. സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് തിരിച്ച EP വസതിയിലെത്തിയിരുന്നു. മാധ്യമങ്ങൾ കാത്തു നിന്നിരുന്നുവെങ്കിലും അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വീടിനകത്തേക്ക് കയറുകയായിരുന്നു. എന്നാൽ EPയുടെ അടുത്ത നീക്കമെന്ത് എന്ന ചോദ്യമാണ് ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാകുന്നതും കേരള രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ മെനയുന്നതും. EP പാർട്ടിയിൽ നിന്ന് മറ്റ് ചുമതലകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ സാരമായ മാറ്റം ഒന്നും സംഭവിക്കില്ല. എന്നാൽ പാർട്ടി ചുമതലകളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഓരോന്നായി ഒഴിയേണ്ടി വന്നാൽ EPയുടെ രാഷ്ട്രീയ ഭാവിയിൽ മുന്നേറ്റമുണ്ടാകില്ല. മാത്രമല്ല ഒരുപക്ഷെ പാർട്ടിയിൽ നിന്നും പതിയെ മങ്ങാനും സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം EPക്ക് BJPയിലേക്ക് ലഭിച്ച ക്ഷണമാണ്. EP ജയരാജൻ രാജിവെച്ച സാഹചര്യത്തിൽ PK കൃഷ്ണദാസ് EPയെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നിരുന്നു. EPക്ക് ലഭിച്ച ഈ ക്ഷണത്തിന് പ്രസക്തിയേറുന്നതിനുള്ള കാരണവും BJP-EP ബന്ധമാണ്. തെരഞ്ഞെടുപ്പ് ദിനത്തിന്റെ തലേന്ന് ആരോപണങ്ങൾ അംഗീകരിച്ചുകൊണ്ട് EP രംഗത്തെത്തിയതും സംശയത്തിനും വിവാദത്തിനും ആക്കം കൂട്ടിയിരുന്നു. മാത്രമല്ല ഇന്നത്തെ സംഭവത്തോടെ EP-BJP ബന്ധം തെളിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷമുയർത്തിയ വാദത്തെ ശരിവെക്കുന്നതാണ് EP ജയരാജനെതിരെയുള്ള ഈ നടപടി. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ജയരാജൻ ജാവദേക്കറെ കണ്ടതെന്നും സതീശൻ പറയുന്നുണ്ട്. കേരളത്തിലെ CPMന് BJPയുമായി ബന്ധമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ LDFിൻ്റെ കൺവീനറായിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന EP ജയരാജന് BJPയിലെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവദേക്കർ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷമാണ്. അന്ന് CPMും EP ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു. ഇപ്പോൾ അത് സത്യമാണെന്ന് തെളിഞ്ഞു. പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. അദ്ദേഹം ത്യാഗപൂർണമായി ഒഴിയല്ലോ. അദ്ദേഹത്തിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് CPM ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷേ അദ്ദേഹത്തിനും മാത്രമല്ല കേരളത്തിലെ CPMന് BJPയുമായി തെറ്റായ ബന്ധമുണ്ട്, ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ച ആരോപണം ശരിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടത് ന്യായീകരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയാണ് പ്രകാശ് ജാവദേക്കറിനെ EP ജയരാജൻ കണ്ടത് എന്നാണ് ഞങ്ങൾ ആരോപിച്ചത്. അതുകൊണ്ടാണ് അതായത് ദലാൽ നന്ദകുമാറുമായിട്ടുള്ള EP ജയരാജൻ്റെ ബന്ധത്തെപ്പറ്റി മാത്രമാണ് മുഖ്യമന്ത്രി അന്ന് തള്ളി പറഞ്ഞത്. പ്രകാശ് ജാവദേക്കറെ കണ്ടുകൊണ്ട് എന്താ കുഴപ്പം, ഞാനും നിരവധി പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറയും. എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത്? പ്രകാശ് ജാവദേക്കർ ഇപ്പോൾ കേന്ദ്രമന്ത്രിയൊന്നുമല്ല, കേരളത്തിലെ BJPയുടെ ചുമതലയുള്ള ആളാണ്. അയാളെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാണ് കാണുന്നത്? EP ജയരാജൻ എന്തിനാണ് കാണുന്നത്? പോയ വഴിക്ക് വീട്ടിൽ കയറിയതാണെന്ന് പറഞ്ഞത്. പോയ വഴിക്ക് ഇവരാരും ഞങ്ങളുടെ ഒന്നും വീട്ടിൽ കയറിയില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുള്ളത്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടത്. ഇപ്പം എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ അന്ന് ഇവർ സംരക്ഷിക്കുകയല്ലേ ചെയ്ത്? ഇലക്ഷൻ കാലത്ത് ഇവർ മുഴുവൻ സംരക്ഷിക്കുക ചെയ്ത്. മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. പ്രകാശ് ജാവദേക്കറെ കണ്ടാൽ എന്താണ് കുഴപ്പം? ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് ജയരാജൻ്റെ കുഴപ്പമൊന്നും അറിയില്ല. അന്ന് ഇതിനെല്ലാം ന്യായീകരിച്ചാണ്. കേരളത്തിലെ CPMനും CPM നേതാക്കൾക്കും
BJP-യുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പിച്ചത്. BJP ദേശീയ നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തുറന്നു സമ്മതിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജന്റെ നടപടി രാഷ്ട്രീയ സ്ഫോടനങ്ങളിലേക്കാണ് വഴിതെളിച്ചിരുന്നത്. LDF കൺവീനർ കൂടിയായ ജയരാജനെ പരസ്യമായി കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളെ പറ്റിക്കാൻ ശ്രമിക്കുന്നവരുമായുള്ള കൂട്ടുകെട്ട് EP ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിണറായി പറഞ്ഞത് കൃത്യമായ മുന്നറിയിപ്പാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും ശരിവെച്ചതോടെ EP-യുടെ പോക്കിൽ നേതൃത്വത്തിനുള്ള അതൃപ്തി പരസ്യമാവുകയായിരുന്നു. BJP-യിൽ ചേരാൻ നേതാക്കളുമായി EP ചർച്ച നടത്തിയെന്ന ആരോപണം സാങ്കേതികമായി പിണറായിയും MV ഗോവിന്ദനും തള്ളിയെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും EP കാണിക്കുന്ന ജാഗ്രതക്കുറവിനെ നേതൃത്വം ഗൗരവത്തിലെടുത്തതിന്റെ തെളിവായിരുന്നു പരസ്യമായ പ്രതികരണം. പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയറായ MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറിയായ ശേഷം EP ജയരാജൻ പലതവണ നേതൃത്വവുമായി പിണങ്ങിയിരുന്നു. എങ്കിലും നേതാക്കളാരും പരസ്യമായി അഭിപ്രായം പറഞ്ഞിരുന്നില്ല. ജാവദേക്കറുമായി രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല എന്നാണ് EP അന്ന് നൽകിയ വിശദീകരണം. ദലാൽ നന്ദകുമാറിനൊപ്പമാണ് ജാവദേക്കർ തന്റെ മകന്റെ തിരുവനന്തപുരം ആക്കുളത്തെ ഫ്ളാറ്റിൽ വന്നതെന്നും വന്നു കണ്ടു പരിചയപ്പെട്ടു, എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ കണ്ടു പരിചയപ്പെടാൻ വന്നതാണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് രാഷ്ട്രീയം എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ രാഷ്ട്രീയമെല്ലാം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്നും പറഞ്ഞു. അവിടെ തീർന്നു. ഈ കൂടിക്കാഴ്ചയാണ് മറ്റു രീതിയിൽ വളർച്ചയൊടിക്കുന്നതെന്നും EP പ്രതികരിച്ചിരുന്നു. K. സുധാകരനും ശോഭാ സുരേന്ദ്രനും 4 മാധ്യമപ്രവർത്തകർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ട്. ഇതായിരുന്നു EP-യുടെ വിശദീകരണം. എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് മറ്റു തലങ്ങളുണ്ടോ എന്ന് ഇനി കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്.